KSTP റോഡിൽ സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSU പ്രവർത്തകർ പൊതുമരാമത്ത് ഓഫീസ് ഉപരോധിച്ച് ജീവനക്കാരെ തടഞ്ഞു. ബുദ്ധിമുട്ടും വിദ്യാർത്ഥികൾ ആ ബില്ലൊക്കെ റണ്ണിങ് ആയിട്ട് ഫാസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിപ്പോ ഇത് ചെയ്യുന്നില്ല. പിലാത്ര മുതൽ പഴയങ്ങാടി വരെ KSTP റോഡിൽ സീബ്ര ലൈനുകളില്ലാത്തത് കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് അപകടം പതിവായതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം KSU പ്രവർത്തകർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയത്. പരാതിയിൽ നടപടി വൈകിയതോടെയാണ് പ്രവർത്തകർ ഓഫീസിലെത്തി ജീവനക്കാരെ തടഞ്ഞത്. മുദ്രാവാക്യം വിളിച്ച് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു. ഒടുവിൽ പഴയങ്ങാടി SIയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ 2 ദിവസത്തിനകം സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പിൽ പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചു. KSU നേതാക്കളായ ജില്ലാ വൈസ് പ്രസിഡന്റ് വാഹിദ്, ജില്ലാ സെക്രട്ടറി മുബാസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് പുത്തമ്പുരയ്ക്കൽ രാഹുൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് അഹമ്മദ് യാസീൻ, നിവേദ്, സജാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. റോഡിൽ സീബ്ര ലൈൻ ഇല്ല എന്നുള്ളത് എല്ലാവരും പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയടക്കം വന്നതാണ്. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ സീബ്ര ലൈൻ വരക്കണമെന്ന് പറഞ്ഞുകൊണ്ട് AEക്ക് KSUവിൻ്റെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞിട്ടും അതിന് ഒരു കൃത്യമായ മറുപടിയോ അല്ലെങ്കിൽ ആ ഒരു പരാതി കൃത്യമായി എടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീണ്ടും KSUവിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ AEയെ ഉപരോധിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ നമുക്ക് ഉറപ്പ് വന്നത് ഇപ്പോൾ മഴയായതിനാൽ അവിടെ സീബ്ര ലൈൻ വരച്ചാൽ അത് നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് താൽക്കാലിക പരിഹാരം എന്ന രീതിയിൽ അവിടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാമെന്ന് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വരുന്ന 2 ദിവസത്തിനകം തന്നെ സീബ്ര ലൈൻ പകരം അവിടെ താൽക്കാലിക റിഫ്ലക്ടർ അടക്കം ചേരുന്ന അതവിടെ വെക്കാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മളിവിടുത്തെ ഉപരോധ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നു.